السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഉദാര്യം കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മരിക്കുന്ന സമയം അതിൻ്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിശാലതയും സൗകര്യവുമുള്ള വീട് ഏതൊരാളിൻ്റെയും സ്വപ്നമാണ്. അവന് മനസ്സിന് ആനന്ദവും ശരീരത്തിന് സൗഖ്യവും നൽകുന്നത് വീടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹങ്ങളിൽപ്പെട്ട ഒരു മോഹമാണ് സ്വന്തമായിട്ടൊരു വീട്. അത് വലുതാകട്ടെ ചെറുതാകട്ടെ വാടക വീടാകട്ടെ, ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് താനും തൻ്റെ ഭാര്യയും മക്കളും സന്തോഷത്തോടുകൂടി എവിടെയെങ്കിലും 2 സെൻറ്റിനകത്തൊരു വീട് വെച്ച് താമസിക്കുക എന്ന് പറയുന്നത്. സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക. ഒരു പെണ്ണുങ്ങൾക്കും ഒരു സഹോദരിമാരും വീടുകളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത്. എല്ലാവർക്കും വീടുകളോട് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വീടുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചു വലിയ വലിയ വീടുകൾ വെക്കുന്നതായി കാണാം. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ എന്തിനാണ് പടച്ചവനെ ഇത്രയും വലിയൊരു കോടികൾ മുടക്കിയിട്ടൊരു വീട് എന്തിനാ, ലക്ഷങ്ങൾ ചെലവഴിച്ചും അതിൽ കെട്ടി ഇങ്ങനെ സെൻട്രൽ ജയിൽ പോലെ വലിയ ലക്ഷങ്ങൾ കോടികൾ വിലമതിക്കുന്ന വീടുകൾ നമ്മൾ കാണാറുണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാൻ്റെ റസൂൽ പറയുകയാണ്, മൻ ബനാ ഫൗക മാ യക്ഫീഹി കുല്ല ഫഅയ്യഹ്മിലഹു യൗമൽ ഖിയാമ. വലിയ വലിയ വീടുകൾ, കൊട്ടാരങ്ങൾ പണിയുന്നവർ, തനിക്ക് 1-2 മക്കൾ, ഭാര്യ ഭർത്താവ്, 4 പേര് അല്ലെങ്കിൽ 5 പേര്, ഇവർക്ക് താമസിക്കാൻ 1-2-3 ബെഡ്റൂം അല്ലെങ്കിൽ 4 ബെഡ്റൂം, പക്ഷേ ഒരുപാട് ബെഡ്റൂമുകളും ഒരുപാട് കോടികൾ ചെലവഴിച്ച് തനിക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ പണം ചെലവഴിച്ച് വീട് വെക്കുന്നവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസ്, ഈ ആഡംബരം കരുതിയിട്ട് വലിയ വീട് വെക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള, അള്ളാഹുവിനോട് തൗബ ചെയ്യാനുള്ളൊരു ഹദീസാണ് ഈ പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തനിക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വലിപ്പത്തിൽ ഒരാൾ വീട് വെച്ചാൽ, തനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ മതി, തനിക്കും തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇനി വീട്ടിലാരെങ്കിലും വന്നാൽ അവർക്കും താമസിക്കാനുള്ള ആ രീതി കഴിഞ്ഞിട്ട് ഒരു ആവശ്യവുമില്ലാതെ ലക്ഷങ്ങൾ ചെലവഴിച്ച് വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവർ, അവർക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർ നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആ വീട് ചുമലിലേറ്റി നാളെ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കൊട്ടാരം പോലെ ആവശ്യമില്ലാത്ത കോടികൾ ചെലവഴിച്ച് വെക്കുന്ന ഈ വീടുകൾ അവന് തന്നെ അറിയാം. ഓരോരുത്തർക്ക് വീടുണ്ട്, എന്നാൽ ഇന്ന് വരെ മുകളിലത്തെ നിലയിലെ റൂമിൽ പോയി ഒന്ന് കടന്നിട്ടില്ല. എങ്ങനെ ഈ റൂം വൃത്തിയാക്കുക, പുറത്ത് നിന്ന് ആളെ വിളിച്ച് വൃത്തിയാക്കുന്ന ഒരവസ്ഥ. അങ്ങനത്തെ അവസ്ഥയിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതിട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ നാട്ടിൽ വീടുണ്ടാക്കി ഇട്ടിട്ട് വേറെ എവിടെങ്കിലും പോയി കിടക്കുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ വലിപ്പത്തിൽ ആരെങ്കിലും വീട് വെച്ചാൽ, ആവശ്യമുള്ള നീ വീട് വെച്ചോ, അതിനേക്കാളും വലിപ്പത്തിൽ വീടൊരു മനുഷ്യൻ വെക്കുകയാണെങ്കിൽ അവൻ നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്തേക്ക് കടന്നു വരുന്നത് അവൻ്റെ തലയിൽ ഈ വീടുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും ചുമന്നുകൊണ്ടാണ് നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്തേക്ക് കടന്നു വരുന്നത്. സാധാരണ ഇവിടത്തെ പോലല്ല പരലോകം, അത് ഭയാനകമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് ഈ വലിയ വലിയ വീടുകൾ വെക്കുന്നവർ, വീടിനോട് വല്ലാത്ത ആഗ്രഹം വെക്കുന്നവരുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ശർറൻ
അഖ്ലറ ലഹു ബില്ലബിനി വത്തീനി ഹത്താ യബ്നിയ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നാശം ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, നമ്മൾ കാണാറുണ്ട് കള്ള് കച്ചവടം, കള്ള് കുടിച്ച് നശിച്ചു പോയവർ, മയക്കുമരുന്ന് ഉപയോഗിച്ച് നശിച്ചു പോയവർ, പലിശക്കെടുത്ത് നശിച്ചു പോയവർ, പലിശയ്ക്ക് കൊടുത്ത് നശിച്ചു പോയവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ പേര് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും നശിച്ചു പോയവരെ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കളിമണ്ണിലും ഇഷ്ടികക്കട്ടകളിലും അയാൾക്ക് അല്ലാഹു താല്പര്യം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ പറയുക, ആ മനുഷ്യന് മണ്ണിൽ, കളിമണ്ണിലും ഇഷ്ടികക്കട്ടകളിലും അയാൾക്ക് അല്ലാഹു താല്പര്യം ജനിപ്പിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ അയാൾ വീട് നിർമ്മാണത്തിൽ വ്യാപൃതനാവും തുടങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന, ചിലപ്പോൾ കള്ളു കുടിക്കത്തില്ല, വ്യഭിചരിക്കാൻ പോകത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്ത് സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയുകയല്ല, അവൻ്റെ ജീവിതം നശിപ്പിക്കലല്ല. ചിലപ്പോൾ നിസ്കാരമുണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും, പക്ഷെ അല്ലാഹു അവനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് വീട് വെക്കാനുള്ള ആഗ്രഹം കൊടുക്കും. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് പണിയാൻ തുടങ്ങും. അവനവനെ കൊണ്ട് കറ്റാത്ത രീതിയിലുള്ള വീട്, സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു, വൈഫിൻ്റെ സ്വർണം മുഴുവനും കടങ്ങൾ വീടിച്ചു, ലോൺ എടുത്തു, അവസാനം അവൻ വീട് വെച്ച് മുടിഞ്ഞു പോകുന്നൊരവസ്ഥ, നശിച്ചു പോകുന്നൊരവസ്ഥ. എന്തിന്? വീട് പൊങ്ങച്ച പ്രകടനത്തിനും ആർഭാടത്തിനുമായി തീർക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളതൊക്കെ കടന്നു വരുന്നത്. പാപങ്ങളും അനാവശ്യമായി തീരുന്നതും, ഈ മോശമായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നതും, ഹറാമ് കൊണ്ട് വീട് പണിയേണ്ടി വരുന്നതും, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുന്നത് അവനവനെക്കാളും അവൻ ഉള്ളതിനേക്കാൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് പണിയുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൻ്റെ സമ്പത്തിൻ്റെ അവസ്ഥകൾ അനുസരിച്ച് അവനും അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വീട്ടിൽ വരുന്നവർക്കും താമസിക്കുവാനുള്ള ആ ഒരു സൗകര്യത്തിലുപരിയായി വീട് പണിയുന്നതിന് വേണ്ടി, വീട് ഒന്ന് ക്ലിയറാക്കാൻ ബെഡ്റൂമുകളും ഹാളുകളും, എന്തിന് അടുക്കളകളും ബാത്റൂമുകൾ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾ വരുത്തുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നാശത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഈ ദുനിയാവിലും നിനക്ക് നാശമാണ്, നിനക്ക് നിന്യതയാണ്, നിനക്ക് സമാധാനമില്ല, സന്തോഷമില്ല. നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് നിന്റെ കൊട്ടാരവും നിന്റെ തലയിൽ ചുമന്നുകൊണ്ട് അള്ളാഹു നിന്നെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ വീട് പണിതവരാണ്. എന്തെങ്കിലും ഇസ്റാഫ് വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ പടച്ച റബ്ബ് ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹു കരുണ കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീടുകളിൽ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് മാസമാണ്, ബർക്കത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞ മാസം. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ തമ്പുരാനെ. നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോഴും നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ തമ്പുരാനെ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം, പടച്ചവനെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ, ഈ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് മലക്കുകൾ കാണിച്ചു തന്ന് അത് കണ്ടുകൊണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നിങ്ങളുടെ ഓരോരുത്തരെയും ഒറ്റയ്ക്കും കൂട്ടായുമുള്ള ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കരുത്. എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.